വിശ്വമിസ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന. മക്കളെ അനുഗ്രഹിച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കളായി നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ സന്നിധിയിൽ മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ പേര് പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് മക്കളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. ഇന്നത്തെ അവരുടെ പരീക്ഷ, ഇന്നത്തെ പഠനമേഖല, ജോലി, ഇൻ്റർവ്യൂ, വിവാഹം, വിസയ്ക്കുള്ള എല്ലാ പ്രവർത്തനങ്ങൾ, വിദേശത്ത് പോയിരിക്കുന്ന മക്കൾ, അവരുടെ എല്ലാ ആശങ്കകൾ, ഈ ദിവസങ്ങളിൽ മക്കളുടെ ജീവിതത്തെയോ ആരോഗ്യത്തെയോ ഹരിക്കുന്ന ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശ്വര സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് കൊടുക്കാം. കർത്താവ് വലിയ കൃപയാൽ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം 89:22 ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, ദുഷ്ടൻ അവൻ്റെ മേൽ പ്രാബല്യം നേടുകയില്ല. ഈ വചനത്തിൻ്റെ ശക്തി മക്കളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ദുഷ്ടന്മാരുടെ കെണിയിൽ നിന്നും, ദുഷ്ട വ്യക്തികളുടെ എല്ലാ കെണിയിൽ നിന്നും, വഞ്ചന, ചതിവ്, മക്കളെ ജീവിതത്തെ തകർക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എല്ലാ പരിശ്രമങ്ങൾ, ചീത്ത കൂട്ടുകെട്ടുകൾ, ചീത്ത മാധ്യമങ്ങൾ, തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, ഇതിൽ നിന്ന് രക്ഷ നേടുവാൻ ദൈവപരിപാലനെ ആശ്രയിച്ച് മക്കൾ മുമ്പോട്ട് പോകുവാനും, ഇന്ന് മക്കളുടെ ജീവിതത്തിലെ ആ വിജയത്തെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന ആ എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട മക്കളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുവാൻ, ഒരു പരിധിവരെ മക്കളുടെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന ആ ദൈവാനുഗ്രഹ കുറവ് മാറി നിൽക്കുവാൻ, പ്രാർത്ഥനാ കുറവ്, കൂദാശയോടുള്ള ആ കുറവ്, കുടുംബ പ്രാർത്ഥനയും ആ വിമുഖതയൊക്കെ മാറി നിന്നുകൊണ്ട് മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്തോട് ചേർന്നുകൊണ്ട് എല്ലാ ദുഷ്ടശക്തികൾക്കിടയിൽ നിന്നും മോചനം നേടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മുടെ മക്കൾ നിറയുകയും അങ്ങനെ കൃപയാൽ നിറഞ്ഞുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ മക്കളായി എല്ലാവർക്കും മാതൃകകളായി പ്രശോഭിക്കുവാൻ, ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ഔദാര്യ മനസ്കത, പങ്കുവയ്പ്പിൻ്റെ ഒരു മനോഭാവവും, ചെറിയ ചെറിയ പ്രതിസന്ധികളെ നേരിടുവാനുള്ള സഹനശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നമ്മുടെ മക്കൾക്കുണ്ടാകട്ടെ. വിവേകത്തെ നിറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. സങ്കീർത്തനങ്ങൾ 89:22 ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, ദുഷ്ടൻ അവൻ്റെ മേൽ പ്രാബല്യം നേടുകയില്ല. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എപ്പോഴും നിറയട്ടെ. ഞങ്ങളുടെ മക്കൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ ശത്രുക്കളുടെയും ദുഷ്ടന്മാരുടെയും കെണിയിൽ നിന്നും, പിശാചിന്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും അവർ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. ശത്രുവിൻ്റെ കെണിയിൽ നിന്നും ആക്രമണങ്ങൾ കുഞ്ഞ് ഉൾപ്പെടാതിരിക്കുവാൻ കർത്താവെ അവിടുത്തെ മാലാഖമാരെ അയച്ച് മക്കളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.